ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബൈബിൾ എന്ന മഹാഗ്രന്ഥത്തിലെ ഒരു വാചകം ഇങ്ങനെയുണ്ട്: അനുസരണം യാഗത്തേക്കാളും നല്ലത് എന്ന്. എത്ര യാഗം കഴിച്ചാലും അനുസരണത്തിനെ വെല്ലാൻ യാഗത്തിന് കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് രാവിലെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞായിരുന്നു, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ട്രേഡ് ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ എന്താ പറഞ്ഞത്, മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് 23,000 മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ എന്ന് പറഞ്ഞു. അതും അതുപോലെ സംഭവിച്ചു ഇല്ലേ. മാർക്കറ്റ് ഇവിടുന്ന് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. അവിടെ വന്ന് ഒരു ഫസ്റ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് റിജക്ഷനാണ്, താഴെ നിന്ന് റിജക്ഷൻ വന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും നിങ്ങളിത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും, വീണ്ടും അതേ ലോയിൽ വന്ന് സപ്പോർട്ട് എടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ ചാർട്ടുമായിട്ട് നിരന്തരം പരിചയിക്കുമ്പോഴാണ് നിങ്ങൾക്കിത് കുറച്ചുകൂടെ നിങ്ങൾക്കത് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഈ കാണാൻ പറ്റുന്നതാണ്. ഞാൻ കുറച്ചാണ് വലുതാക്കി കാണിക്കുക. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഇവിടെ വന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും മുകളിലോട്ട് പോയി ഇവിടെ വന്ന് റീടെസ്റ്റ് എടുത്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു. ഇപ്പോഴും നമുക്കൊരു ട്രേഡ് ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് പറയും, ഇവിടുന്ന് വേണ്ട ഒരു ഗ്രീൻ നമുക്ക് എടുക്കാം, മേലോട്ട് അപ്പ് സൈഡ് പോകും. നോ, ഞാൻ പറഞ്ഞു ഇല്ല, നമുക്കൊരു ട്രേഡ് ഇല്ല. നമുക്ക് ട്രേഡ് ഉള്ളത് 23,000 നമുക്ക് ട്രേഡ് ഉള്ളത്. കാരണം മാർക്കറ്റ് അവിടെ വന്ന് റിവേഴ്സ് ചെയ്യണം, അല്ല ഇത് ബ്രേക്ക് ചെയ്ത് 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് ട്രേഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ താഴോട്ട് ട്രേഡെന്ന് ഞാൻ വെരി ക്ലിയർ ആയിട്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയും. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് കറക്റ്റ് 23,000 വന്ന് നേരെ റിജക്ഷനായി ഇല്ലേ. അവിടുന്ന് റിജക്ഷനായി ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ഒരു ഹാമർ ക്യാൻഡിലാണ്. ഓക്കെ, താഴോട്ട് വന്നെങ്കിൽ റിജക്ഷനാണ്, അടുത്ത ക്യാൻഡിലും താഴോട്ട് വന്നെങ്കിൽ റിജക്ഷനാണ്. അപ്പം ഇവിടെയാണ് നമുക്ക് എന്താണ് ഒരു തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ആക്ഷൻ മുഴുവൻ. ഇത്രയും ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മാർക്കറ്റ് ഇവിടെ ഒരു റിജക്ഷൻ കാണിച്ചു, ഇവിടെ വന്ന് താഴെ വന്ന് ക്ലോസ് ചെയ്തു, പിന്നെ ഇവിടെ ഒരു ഡോജി, പിന്നെ ഗ്രീൻ കാണിച്ചു, പിന്നെ ഇവിടുന്ന് പിന്നെ റിജക്ഷൻ കാണിച്ചു, എങ്കിലും ഗ്രീൻ ക്ലോസ് ചെയ്തില്ല, റെഡ്, ചെറിയൊരു റെഡ്, ഇവിടെ ഒരു ഡോജി. അപ്പോൾ കുറേ നേരം ഇവിടെ മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഈ കൺസോൾഡേറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്നറിയോ, മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നെയാണ് കൺസോൾട്ടേഷൻ നടത്തുന്നത്. ഒന്നുകിൽ മേലോട്ട് ബ്രേക്ക് ചെയ്യും, അല്ല താഴോട്ട് ബ്രേക്ക് ചെയ്യും. ഈ ഒരു ബ്രേക്ക് ഔട്ടിനോ ബ്രേക്ക് ഡൗണിനോ മുന്നെയാണ് മാർക്കറ്റ് എപ്പോഴും കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പം നീണ്ടുപോകാം, ചിലപ്പം ഒരു 5, 10, 15, 20 മിനിറ്റ് ആകാം. അത് ഡിപ്പെൻഡ് ഓൺ ദ മാർക്കറ്റ് സിറ്റുവേഷൻ. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഇവിടെ എന്ത് പറ്റി, ചെറിയൊരു കൺസോൾട്ടേഷൻ നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് താഴോട്ട് നോക്കാം. നിങ്ങളുടെ SL ഇന്നലത്തെ ലോ ആയെങ്കിൽ 23,050 ആയിരിക്കും നിങ്ങളുടെ SL. ഇത് വെച്ച് നിങ്ങൾക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഹൈ റിസ്കി ട്രേഡാണെന്ന് ഞാൻ പറഞ്ഞു, കാരണം നമുക്കറിയാൻ പറ്റത്തില്ല മാർക്കറ്റ് എങ്ങോട്ടാണ് ബിഹേവ് ചെയ്തെന്നുള്ളത്. അതിനുശേഷം വെരി ക്ലിയർ ആയിട്ട് നല്ല സൂപ്പർ ഒരു ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ നോക്കിക്കേ, ഈ ക്യാൻഡിൽ മറുബോസ് ക്യാൻഡിലാണ് ഇല്ലേ. വെരി ക്ലിയർ ആണ്, ഒരു ശകലം പോലും വിക്കില്ല. 100% എന്താണ്, ബോഡിയാണ്. 100% ബോഡി ക്യാൻഡിലാണ് മറുബോസ് ക്യാൻഡിൽ. ഓക്കെ, നിങ്ങളിത് പോയി കണ്ടാൽ മനസ്സിലാവും. അപ്പം കറക്റ്റായിട്ട് മാർക്കറ്റ് ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ഡോജി ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ എക്സിറ്റ് ആയിരിക്കും. കാരണം ഇവിടുന്ന് ഇവിടം വരെ ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്തത്, ഇവിടുന്ന് ഇവിടം വരെ എന്തായാലും ഒരു 40 പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് 23,000 മുതൽ ഒരു 100 പോയിൻറ്റിൻ്റെ ഡൗൺഫോളാണ് നമുക്കിവിടെ കിട്ടിയത്. 100 പോയിൻറ്റിൻ്റെ ഡൗൺഫോൾ. ഓക്കെ, 100 പോയിൻറ്റ് ഡൗൺഫോൾ ഒരു ATM സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 പോയിൻറ്റ് പ്രീമിയം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? 50 പോയിൻറ്റ് പ്രീമിയം. ഓക്കെ, അതിനുശേഷം ഇത് ഹോൾഡ് ചെയ്തവർ ഒന്ന് ഈ ബൈ പ്രൈസ് SL വെച്ച് ഹോൾഡ് ചെയ്തവർക്ക് അടുത്ത റൗണ്ട് കിട്ടിക്കാണും, അല്ലെങ്കിൽ ഈ ലോ കിട്ടിക്കാണും. അതൊക്കെ നിങ്ങളുടെ മനോഗതം പോലെ അവരവരുടെ റിസ്കിനനുസരിച്ചുള്ള റിവാർഡ് അവർക്ക് കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞ ട്രേഡ് ഇവിടം വരെ ഉള്ളൂ, കാരണം ഇത് മതി. ഇതാണ് ന്യായം എന്ന് പറഞ്ഞ സംഭവം ഇവിടെയാണ്. മനസ്സിലായോ? പിന്നെ ഇത് ഹോൾഡ് ചെയ്താൽ നിങ്ങളുടെ റിസ്ക് ആണ്. ഓക്കെ, നിങ്ങൾ കിട്ടിയവർക്ക് കിട്ടി, പോയവർക്ക് പോയി. അത് അവരവരുടെ മനോഗതമാണ്. മനസ്സിലായോ? അപ്പം
ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ നിങ്ങൾ ബുക്ക് ചെയ്തോ ഇല്ലെന്നുള്ളതല്ല ചോദ്യം. ഞാൻ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ട്രേഡ് നമുക്ക് ഇവിടെ ഇല്ല, ഓപ്പണിങ്ങിലും ട്രേഡ് ഇല്ല. മാർക്കറ്റ് ട്രേഡ് 23,000 വരുമ്പോൾ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. അതുപോലെ തന്നെ സംഭവിച്ചു. ഓക്കെ, ഇനി ഇത് സോറി, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് സാധാരണഗതിയിൽ എല്ലാ യൂട്യൂബേഴ്സും നിങ്ങളൊരു കാര്യം ആലോചിക്കണം. സാധാരണഗതിയിൽ എല്ലാ യൂട്യൂബേഴ്സും സാധാരണ സൺഡേ ആണ് പിന്നെ വീക്കിലി അനാലിസിസ് നിഫ്റ്റിയുടെ ചെയ്യാറ്, വീക്കിലി അനാലിസിസ് ചെയ്യാറ്. ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം മുന്നേ ചെയ്തു. കാരണം എന്താണ്? നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ പഠിക്കാൻ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ വെള്ളിയാഴ്ച രാത്രിത്തെ ശനിയാഴ്ച രാവിലെ ശനിയാഴ്ച ഉച്ചയ്ക്ക് നിങ്ങൾക്ക് പിന്നെ വീക്കിലി അനാലിസിസ് കിട്ടി. സൺഡേ മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ അത് ശരിക്കും ഞാൻ എല്ലാം വളരെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം കീറി മുറിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. അതെന്താണോ ഞാൻ വീക്കിലി അനാലിസിസ് പറഞ്ഞത്, നിങ്ങൾ കാണാത്തവരാണ്, വീക്കിലി അനാലിസിസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് പോയി കാണുക. കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. ഓക്കെ, ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങൾ വന്ന് ഇത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി എന്താണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? അതില്ലേ, ഇതിനാണ് നമ്മൾ പറയുന്നത് ചാർട്ടിൻ്റെ അനലൈസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായി? നമ്മളൊരു ചാർട്ടിനെ അവലോകനം ചെയ്യുമ്പം അതിൻ്റെ ജയപരാജയങ്ങളെ ശരിക്കും കീറി മുറിച്ച് ആ ക്യാൻഡിലുകളുടെ സ്വഭാവത്തെ മനസ്സിലാക്കിയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു പൊട്ടൻ്റെ മാവേലി പോലെ ചുമ്മാ അവിടെ ഇവിടെ രണ്ട് വരയ്ക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ പുറകിൽ ഒത്തിരി അധ്വാനമുണ്ട്. ഒത്തിരി പഠിത്തം, ഒത്തിരി അനാലിസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ചുമ്മാതെ ഇങ്ങോട്ട് വന്നിട്ട് ചുമ്മാതെ രണ്ട് വരച്ചിട്ട് പോവുകയല്ല ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം ക്ലിക്കാവുമായിരിക്കും, പിന്നെ 3-ാമത്തെ ദിവസമോ ക്ലിക്കാവോ? ഒരു നിർബന്ധവുമില്ല. ആ മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോവും, നമ്മുടെ ഒരു വഴിക്ക് പോവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടെന്ന്, നിങ്ങൾ ചാർട്ടിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ക്യാൻഡിലുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും. അത് ഞാനാണെങ്കിൽ ഞാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ എന്നാ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, നമുക്കൊരു വൺ ഡേ സെമിനാർ നമുക്ക് പ്ലാൻ ചെയ്യാം. കാരണം എല്ലാവർക്കും കൂടെ അല്ലാതെ ഞാൻ ഇന്നലെ രാത്രി ആലോചിച്ചതാണ്. അപ്പം നമുക്കൊരു പിന്നെ ഈ ബാച്ചായിട്ടുള്ള ഒരിക്കലും ഒരു ക്ലാസ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അല്ലാതെ തന്നെ നമുക്കൊരു വൺ ഡേ സെമിനാർ, നമ്മൾ ഇതിനകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെപ്പറ്റി ഒരു വൺ ഡേ സെമിനാർ നമുക്ക് നടത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ കുറച്ചുകൂടെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഞാൻ പറയാം. നമുക്ക് നടത്താം കേട്ടോ. ഓക്കെ, അപ്പം നമുക്കിനി നാളെ അപ്പം മാർക്കറ്റ് ബാക്കിയോടെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതിന് ശേഷം മാർക്കറ്റ് പിന്നെ മാർക്കറ്റ് എങ്ങോട്ടും പോയില്ലേ, ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലായിരുന്നു. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വന്നു, പിന്നെ മേലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു, മേലോട്ട് പോയി. നമുക്കിവിടെ ഒന്നും ട്രേഡില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കിത് മാത്രമല്ല ട്രേഡ്. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഒരു ട്രേഡിനില്ല എന്ന് ഞാൻ പറഞ്ഞു. നോ ട്രേഡ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഇനിയും ട്രേഡ് ഇല്ല. പക്ഷേങ്കിൽ നിങ്ങളത് കേൾക്കാതെ ഇതിൻ്റെ ചോട്ടി കുത്തിയിരുന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ട്രേഡ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി, നല്ല ഒരുവിധം മാന്യമായ പ്രോഫിറ്റ് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ പരിപാടി അവസാനിപ്പിച്ചു. അതിന് ശേഷം നിങ്ങൾ ഇവിടെ വന്ന് മാർക്കറ്റ് ഈ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾ സി എടുത്ത് വിചാരിച്ചു, ഇവിടെ നിങ്ങൾ സി എടുത്തു. ഓക്കെ, ഈ ക്യാൻഡിലിൽ നിങ്ങൾ സി, ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് സി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടണമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സി എടുത്തതിന് ശേഷം നിങ്ങളിവിടെ ഈ ക്യാൻഡിൽ സി എടുത്തു. കാരണം ഇത് ഫുൾ ഗ്രീൻ ആയിരുന്നു ആദ്യമേ തുടങ്ങുമ്പോഴേ ഇത് ഫുൾ ഗ്രീനാണ് ഇല്ലേ. അതിന് ശേഷം താഴെ വന്ന് റിജക്ഷൻ വന്ന് താഴെ ക്ലോസ് ചെയ്തു. അടുത്ത ഒരു ക്യാൻഡിൽ വന്ന് ഒന്നേ നിങ്ങൾ അസൽ അടിച്ചു പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനായി നിങ്ങൾ എന്ത് ചെയ്ത് ഇതാണ്ട് തിരിച്ചു പോകുന്നു, എക്സിറ്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങളോട് എക്സിറ്റ് ആയി കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണത്തില്ല. പിന്നെയും കുറേ നേരം മാർക്കറ്റ് ആടി കളിച്ചതിന് ശേഷം പിന്നെ മേലോട്ട് പോയി, പിന്നെ റിജക്ഷൻ, പിന്നെ മേലോട്ട് പോയി, പിന്നെ മോൾ വരെ പോയിട്ട് വീണ്ടും റിജക്ഷൻ, പിന്നെ ഗ്രീൻ. നമുക്ക് എവിടെയാണ് സമാധാനപരമായിട്ട് നമുക്ക് ഒരു ട്രേഡിനകത്ത് എവിടെ ഉള്ളത്? നിങ്ങൾ കാണിച്ചതാണ്. ഈ ട്രേഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇവിടുന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്നതാണ് ഇവിടെ തന്നെ 3 റെഡ് ക്യാൻഡിൽ വന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എവിടെ നിന്ന് എങ്ങനെ ട്രേഡ് എടുക്കും? നിങ്ങളിവിടെ ബ്രേക്കൗട്ട്, ഇവിടുന്ന് ഇതിപ്പോൾ ഈ ക്യാൻഡിൽ ബ്രേക്കൗട്ടാണ്, ഇത് മർബോസ് പോലെ ഇരിക്കും. നിങ്ങൾക്കിത് ഒരു ബ്രേക്കൗട്ടാണ്. ബ്രേക്കൗട്ട് ഞാൻ എടുത്തു പറയും, സി നിങ്ങൾ എടുക്കും. ഇതാണ്ട് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു, പിന്നെ ആണ്ട് ആടിക്കളിച്ചു. എവിടെങ്കിലും ഒരു ട്രേഡ് ഉണ്ടോ? നിങ്ങൾക്കിവിടെ എവിടെങ്കിലും ഒരു ട്രേഡ് ഉണ്ടോ? ഇല്ല.
അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ന്യായമായിട്ട് നമുക്കൊരു ഒരു 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 വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാപ്ചർ ചെയ്യാനുള്ള 10 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 50 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് കളം വിടുക എന്നുള്ളത്. നമ്മളിപ്പോൾ രാവിലെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം കൂടെ ഒരു കണക്ക് കൂട്ടി 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ പരിപാടി അവസാനിച്ചു ഇല്ലേ? അതിനുശേഷം നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. ഈ 3:30 വരെ ഇതിൻ്റെ ചവിട്ടി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തന്നെ ആലോചിക്ക്. ഇത് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാം വിട്ടുതരാം. നമുക്ക് ഇനിയിപ്പോൾ നാളെ ഈ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ നാളെ മാർക്കറ്റിൽ നാളെ നമുക്ക് ഈ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഇനി ഈ ലോ വേണ്ട, നമുക്ക് ഈ ലോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇത് വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ലോ. ഇതൊന്നുകൂടെ നമുക്കത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിനിയിപ്പം ഇതിനകത്താണ് ഈ റേഞ്ചിങ് അങ്ങനെ നിന്നോട്ടെ. ഇത് നമുക്ക് മാറ്റാം, ഇത് നമുക്ക് ബ്ലൂ ആക്കാം. ഇതിനകത്ത് തന്നെ മാർക്കറ്റ് നിന്നോട്ടെ. ഇതിനകത്ത് മാർക്കറ്റ് നിന്നോട്ടെ. ഓക്കെ, ഇതിനകത്താണ് നമ്മുടെ റേഞ്ച്. ഇന്നത്തെ നോ ട്രേഡിംഗ് സോണാണ്. മാർക്കറ്റ് 22,829 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം നമുക്ക് ട്രേഡ് നോക്കാം. ഇതായിരിക്കും നമ്മുടെ അപ്പർ റേഞ്ച്. അതിന് ശേഷം മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടുന്ന് മുകളിലോട്ട് ഇങ്ങനെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ലൈനിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ ഇതാണ് അടുത്ത റേഞ്ച്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എത്രയാണ്? 23,886. ബാക്കി ലെവലെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് മുകളിലോട്ടുള്ള റേഞ്ച്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സിനാരിയോ വെച്ചിട്ട് US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ നല്ലപോലെ ഡൗൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് റിക്കവർ ആകുന്നുണ്ട്. ഇപ്പോൾ രാത്രി US മാർക്കറ്റ് എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. അപ്പം മാർക്കറ്റിൽ എന്തായാലും ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് നിലവിൽ മാർക്കറ്റിലുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ സംഭവം നോക്കിക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി വീക്കിലി അനാലിസിൽ നമ്മൾ പറഞ്ഞിരുന്നു 22,784 പുട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത റേഞ്ച് നമുക്ക് 22,546. ഇതിന് താഴെ വേറെ റേഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇത് തന്നെ വരച്ചിടാം. കാരണം നാളെ ലൈവ് മാർക്കറ്റെ നമുക്കിനി എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ വീക്കിലി അനാലിസിലുള്ള ആ ലെവലുകൾ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങളുടെ ചാർട്ടിനകത്തുള്ള സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്താൽ മതി. കാരണം ഇന്ന് രാത്രി ഒരു ക്രൂഷ്യൽ ഡേ ആണ്. നാളെ രാവിലെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ച മുഴുവൻ മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലായിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും മാർക്കറ്റ് പോകുന്നത്. കാരണം ബജറ്റിൻ്റെ ന്യൂസുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ സെക്ടറിനും നെഗറ്റീവും പോസിറ്റീവായിട്ട് വന്നിരിക്കും. അതിനനുസരിച്ച് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിച്ചിരിക്കും. അപ്പം നമുക്ക് പ്രഡിക്ഷൻ വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ട് എപ്പോഴും പൊസിഷൻസ് നമ്മൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ BTST എടുക്കരുത്. കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല നാളെ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിവതും BTST ഒഴിവാക്കുക. ലൈവ് മാർക്കറ്റിൽ നമുക്ക് പിന്നെ ലെവലുകൾ ഞാൻ പറയാം. അത് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓൾറെഡി നമുക്ക് നമ്മുടെ ഇതിനകത്തിൽ ഓൾറെഡി നമ്മുടെ വീക്കിലി അനാലിസിസ് നമ്മൾ കിടപ്പുണ്ട് സംഭവം. ഓക്കെ, അത് കാണാത്തവരൊന്ന് കാണുക. എൻ്റെ അവസാനം ഞാൻ വെച്ചേക്കാം. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. ആ ലെവലുകൾ തന്നെ ഫോളോ ചെയ്യുക. ഇപ്പം നിലവിൽ നാളത്തേക്കുള്ള ചെറിയ ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. 22,784 പൊട്ടുന്നുണ്ടോ ഇല്ല നോക്കുക. പൊട്ടി ഒരു 15 മിനിറ്റ് താഴെ സസ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നത് നോക്കുക. ഇപ്പം നാളത്തെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്തിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ള കാര്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ ലൈവ് മാർക്കറ്റിലെ ലെവലുകളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറാം. അപ്പം എല്ലാവരും കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാനും ശ്രമിക്കുക. അപ്പം എല്ലാവരും എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും താങ്ക് യു. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.